ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയ ദ ഷോർട്ട് ഹാപ്പി ലൈഫ് ഓഫ് ഫ്രാൻസിസ് മേക്കോംബർ എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ആദ്യം നമുക്കിതിൻ്റെ റൈറ്ററിനെ പരിചയപ്പെടാം. ഏണസ്റ്റ് ഹെമിംഗ്വേ ജനിച്ചത് 1899 അമേരിക്കയിലാണ്. അദ്ദേഹം ഒരു നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് സിമ്പിളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ, ദ ഷോർട്ട് ഹാപ്പി ലൈഫ് ഓഫ് ഫ്രാൻസിസ് മേക്കോംബർ, എ ഫെയർവെൽ ടു ആംസ്, ഫോർ ഹൂം ദ ബെൽ ടോൾസ് എന്നതൊക്കെയാണ്. ഇദ്ദേഹത്തിന് 1954 നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഹെമിംഗ്വേ അമേരിക്കൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരിൽ ഒരാളാണ്. ഈ ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഷോർട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്രിക്കയിലെ ഒരു സഫാരി യാത്രയിലാണ്. ഇതിൽ 3 ക്യാരക്ടേഴ്സ് ഉണ്ട്: ഫ്രാൻസിസ് മേക്കോംബർ, മാർഗരറ്റ് മേക്കോംബർ ആൻഡ് റോബർട്ട് വിൽസൺ. ഫ്രാൻസിസ് മേക്കോംബർ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു റിച്ച് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിനോടൊപ്പം സഫാരിക്കായിട്ടാണ് എത്തുന്നത്. മാർഗരറ്റ് മേക്കോംബറാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫ്. റോബർട്ട് വിൽസൺ സഫാരി ഗൈഡാണ്, പിന്നെ ഹണ്ടറും കൂടിയാണ്. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഹവേട്ടയിലൂടെയാണ്. ഫ്രാൻസിസ് മേക്കോംബർ തോക്കെടുത്ത് സിംഹത്തിനെ ഷൂട്ട് ചെയ്തു. പക്ഷേ അത് മരിച്ചിട്ടില്ല, അതിന് പരിക്കേറ്റു. ഇത് കണ്ട് ഫ്രാൻസിസ് ഭയന്നോടിപ്പോകുന്നു. ഇത് ഭാര്യയായ മാർഗരറ്റ് വിൽസൺ കാണുന്നുണ്ട്. തൻ്റെ ഭർത്താവ് ഒരു ഭീരുവാണെന്ന് അവൾക്ക് തോന്നി. അവൾക്ക് ഹസ്ബൻഡിനോടുള്ള റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നുണ്ട്. അവൾ ഫ്രാൻസിസിനെ അവഹേളിക്കുന്നുണ്ട്. ഇവിടെ ഹെമിംഗ്വേ കാണിക്കുന്നത് ഫ്രാൻസിസിന് ധൈര്യമില്ലെന്നും ഭാര്യ ഭർത്താവിനെ മാനിക്കുന്നില്ലെന്നും ആണ്. ഫ്രാൻസിസിന് അത് മനസ്സിലാകുന്നുണ്ട്. മാർഗരറ്റ് വിൽസൺ ഫ്രാൻസിസിൻ്റെ ഭീരുത്വം കണ്ട ശേഷം റോബർട്ട് വിൽസൺ, അതായത് ഹണ്ടറായ റോബർട്ട് വിൽസണിനോട് അടുത്ത ബന്ധം കാണിക്കുന്നുണ്ട്. അതൊരു തെറ്റായ ബന്ധമാണ്. ഫ്രാൻസിസിന് ഭാര്യയെ നഷ്ടപ്പെടും എന്ന പേടി തോന്നുന്നുണ്ട്. ഹെമിംഗ്വേ ഇവിടെ പറയുന്നു, ധൈര്യമില്ലെങ്കിൽ ബന്ധങ്ങളിലും സമൂഹത്തിലും ആളുകൾ നമ്മളെ താഴ്ത്തി കാണും എന്നതാണ്. നെക്സ്റ്റ് ഡേ അവർ ബുഫല്ലോ വേട്ടയ്ക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ഫ്രാൻസിസ് മേക്കോംബർ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നു. ഫ്രാൻസിസ് നല്ല എയിം കാണിക്കുന്നുണ്ട്. ഫ്രാൻസിസ് ധൈര്യത്തോടെ മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട്. അവനിൽ ഒരു പുതിയ ആത്മവിശ്വാസം വളരുന്നു. വിൽസൺ പോലും ഫ്രാൻസിസിൻ്റെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ട്. മാർഗരറ്റിന് അത്ഭുതം തോന്നി. ഫ്രാൻസിസ് ധൈര്യം കാണിക്കുന്നത് കണ്ട് അവൾക്ക് പേടിയും തോന്നി. ഹെമിംഗ്വേ ഇവിടെ പറയുന്നു, ഒരാൾക്ക് ഒരിക്കൽ ധൈര്യം തോന്നിയാൽ അയാളുടെ ജീവിതം തന്നെ മാറും എന്നതാണ്. ഹണ്ടിങ്ങിനിടയിൽ ഫ്രാൻസിസിന് തോന്നുന്നുണ്ട്, ഇപ്പോഴാണ് തൻ്റെ ജീവിതം തുടങ്ങുന്നത് എന്ന്. താൻ ഇനി ഒരു ഭീരുവല്ല, താനൊരു സിംഹമാണെന്ന്. അവൻ തൻ്റെ ചെറിയ ഹാപ്പിയായ ജീവിതം തുടങ്ങുന്നു. എന്നാൽ ബുഫല്ലോ ഹണ്ടിങ്ങിനിടെ ഫ്രാൻസിസ് മുന്നോട്ട് നടക്കുന്നു. അതേസമയം മാർഗരറ്റ് ഗൺ യൂസ് ചെയ്ത് ഫ്രാൻസിസിനെ വെടിവെക്കുന്നു. അപ്പോൾ തന്നെ ഫ്രാൻസിസ് മരിക്കുന്നുണ്ട്. ഹെമിംഗ്വേ ഇവിടെ ഒരു ആംബിഗ്വിറ്റി വെക്കുന്നു. അതായത്, മാർഗരറ്റ് ഫ്രാൻസിസിനെ അപകടത്തിൽ കൊന്നതാണോ, അല്ലെങ്കിൽ അവൻ ധൈര്യശാലിയായി മാറിയപ്പോൾ അവളുടെ നിയന്ത്രണം നഷ്ടപ്പെടും എന്ന് കരുതി കൊന്നതാണോ എന്ന്. ഇതിൻ്റെ ടൈറ്റിലായ ദ ഷോർട്ട് ഹാപ്പി ലൈഫ് ഓഫ് ഫ്രാൻസിസ് മേക്കോംബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രാൻസിസ് ജീവിച്ച കാലം മുഴുവൻ ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ മരണത്തിന് മുൻപുള്ള ചെറിയ സമയത്താണ് അവൻ യഥാർത്ഥ സന്തോഷം അനുഭവിച്ചത്. ഈ ഷോർട്ട് സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നത് ലൈഫ് ആൻഡ് ഡെത്ത്, കറേജ് വേഴ്സസ് ഫിയർ, മസ്കുലിനിറ്റി, പവർ ഇൻ റിലേഷൻഷിപ്പ്, ബിട്രയൽ ആൻഡ് കൺട്രോൾ, ദ റോൾ ഓഫ് നേച്ചർ ഒക്കെയാണ്. ഇതിലൂടെ ഏണസ്റ്റ് ഹെമിംഗ്വേ നമ്മളോട് പറയുന്നത് പേടിച്ച് ജീവിക്കരുതെന്നും ധൈര്യത്തോടെ ജീവിക്കണം എന്നുമാണ്. ലൈഫിൽ ചിലപ്പോൾ സന്തോഷം കണ്ടെത്തുമ്പോഴേക്കും
അത് നഷ്ടപ്പെട്ടേക്കാം എന്നും പറയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.